ഇറങ്ങിറങ്ങ. ഇവിടെയോ? എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണ്ടേ? അതെനിക്കറിയാം. അളിയനങ്ങ് ഇറങ്ങി നടന്നാ മതി. അല്ലെങ്കിലേ ഓട്ടോയ്ക്ക് 4 രൂപ കൊടുത്താൽ സ്റ്റേഷനിൽ നടക്കിറക്കും. ഇറങ്ങണം. അറ്റാക്ക് ചെയ്യാതെ നീ വണ്ടി വിട്ടുവിട്. നീ തറവാട്ടി പറഞ്ഞവനല്ലേ നക്കിത്തരം കാണിക്കാതെ. നീയല്ലടാ നക്കിത്തനം കാണിക്കുന്ന നക്കി, എച്ചിത്തനം കാണിക്കുന്ന എച്ചി. 1-ാം തീയതി ആവുമ്പോ കെട്ടിപ്പറക്കി എറണാകുളത്ത് നിന്ന് പോന്നോളൂ തിരുവനന്തപുരത്തേക്ക് മറ്റുള്ളവരെ മുടിപ്പിക്കാൻ. എന്ന കാശ് കയ്യിലുണ്ടോ? അതുമില്ല. കിട്ടുന്ന ശമ്പളം മുഴുവൻ വെട്ടി വിഴിക്കോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു 6 മാസം ഏരിയയിലെങ്ങനെ കണ്ടുപോയാ മജ്ജടാ നീ ഇത് പറയണോടാ. അതല്ലേ പറഞ്ഞത്. ഇല്ലാത്ത ലീവ് കെഞ്ചി പറഞ്ഞു വാങ്ങി മാസം തോറും എത്തുന്നത് ആത്മാർത്ഥ സുഹൃത്തിനെ കാണാനുള്ള ആവേശം കൊണ്ടാ. അതേ ആവേശം ഇനിയും കൂടിയല്ലേ ട്രെയിൻ പോവും. അതെ, ഈ വക കാര്യങ്ങൾ ഞാൻ കോമഡി പറയാറില്ല. ഒരു 50 രൂപ എന്നിട്ട് പോടേ. നക്കി പോയല്ലോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആഹാ, ഇന്ന് കലക്കിയിട്ടുണ്ടല്ലോ. താനെന്താ തുറച്ചു നോക്കുന്ന തന്റെ സാരിയെ കുറിച്ചാ? ഇതെന്താ ബിന്നി സിൽക്കാ? അല്ല. എന്നാ സരിതയായിരിക്കും. അതർവൈസ് ഇറ്റ്സ് ഗാർഡൻ പറയല്ലേ. എടോ, ഇതൊക്കെ ഒരുമാതിരി പഴഞ്ച ഫാഷൻ അല്ലേ. മിസ് എലിസബത്ത്, യു ഹാവ് ടു വെയർ ദ മോസ്റ്റ് മോഡേൺ ഡ്രസ്സസ്. എന്റെ ഒരു ഫ്രണ്ട് സിറ്റിയിൽ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇഫ് യു ആർ ഫ്രീ ഇൻ ദി ഈവനിംഗ് ഐ വിൽ ഹെൽപ്പ് യു. സോറി, ഒരു മേലുദ്യോഗസ്ഥനോടുള്ള എല്ലാ ബഹുമാനവും ഞാൻ സാറിന് തരുന്നുണ്ട്. പ്ലീസ് അതില്ലാതാക്കരുത്. ഇതൊക്കെ ഒരു രസമില്ലടോ. പിന്നെ ഒരു അഭിനന്ദനം, അത് ഇഷ്ടപ്പെടാത്ത പെൺകുട്ടികൾ ഉണ്ടാവോ? സോറി, എനിക്കിഷ്ടമല്ല. എന്താടോ കുറെ നേരമായിട്ട് വായം പൊളിച്ച് നോക്കിയിരിക്കുന്നത്? ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞേക്കാം, വർക്കിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. പിന്നെ ഉത്തരവാദിത്തങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാ. കണ്ടില്ലേ, മറിയം മാത്യുവിന് ഇതുവരെ എഴുന്നള്ളാറായിട്ടില്ല. എല്ലാവർക്കും ഒരു എക്സ്ക്യൂസ് ഉണ്ടല്ലോ. വണ്ടി കിട്ടിയില്ല, കുട്ടിയുടെ സ്കൂൾ ബസ് വന്നില്ല, ഭർത്താവിന് സുഖമില്ല, അമ്മായി പിന്നെ ഹാർട്ട് അറ്റാക്ക്. ഇതൊരുമാതിരി താലൂക്ക് ഓഫീസിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ കഷ്ടമാണല്ലോ. പിള്ളേ സാർ, മറിയത്തിനോട് എന്നെ കണ്ടിട്ട് രജിസ്റ്ററിൽ സൈൻ ചെയ്താമെന്ന് പറഞ്ഞേക്ക്. ശരി സാർ. എക്സ്ക്യൂസ് മീ സർ. എത്തിയോ? പാവം വല്ലാതെ ക്ഷീണിച്ചു പോയി. മോപ്പറ്റ് നിന്ന് സ്റ്റാർട്ടിംഗ് വിള മനഃപൂർവ്വമല്ല സർ, ഇന്ന് ഡാഡിയുടെ ഡാഡി, മമ്മി, അങ്കിൾ, ആന്റി. മനുഷ്യരാകുമ്പോ അങ്ങനെ പല ബന്ധങ്ങളുണ്ടാവും. ബന്ധങ്ങളുണ്ടാവുമ്പോ പ്രോബ്ലംസ് ഉണ്ടാവും. എടോ, ചെറുപ്പക്കാരായ കുറച്ചൊക്കെ ടേസ്റ്റും സെൻസും വേണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. എന്തൊരു കോമ്പിനേഷൻ ആണോ ഇത്. പച്ച സാരി, മഞ്ഞ ബ്ലൗസ്, നീല ചെരുപ്പ്. ടു ബി ഫ്രാങ്ക്, യു ലുക്ക് ഹോറിബിൾ നൗ. മറിയം, ഈ നല്ല ഡ്രസ് ഇടുമ്പോഴുള്ള ലുക്ക് ഉണ്ടല്ലോ, അതുപോലെയാണ് ബിൽഡിംഗ്സിന്റെ പെയിന്റിംഗ്, സ്കീം പ്ലാനിംഗ്, കളർ സെലക്ഷൻസ്. ഞാൻ പറയുന്നുണ്ട്, ഇത് മറിയത്തിന് മനസ്സിലാവുന്നുണ്ടല്ലോ. മറിയം വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇത് കണ്ടോ, മാധുരി ദീക്ഷിത് കലക്കിട്ടില്ലേ. മന്ദാകിനി, ആ കോമ്പിനേഷൻ നോക്ക്. ശ്രീദേവിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഇതൊക്കെ മറിയത്തിന് വേണ്ടി ഞാൻ വാങ്ങിയതാ. ഇതൊക്കെ നോക്കി പിടിച്ച് നാളെ മുതൽ നല്ല സ്റ്റൈലായിട്ട് ഡ്രസ് ചെയ്തിട്ടാണ് ഓഫീസിലേക്ക് വരാൻ. ഓക്കെ സാർ, വേഗം ഒരു കല്യാണം കഴിക്കണം. എന്നിട്ട് ഇതൊക്കെ ഭാര്യ പഠിപ്പിച്ചാൽ മതി. എന്നെ കെട്ടാൻ വരുന്ന ആക്ക് ചിലപ്പോ ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. വരട്ടെ. ഹായ് സൂസൻ, ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ കോൾ. ഹൗ ആർ യു? എങ്ങനെയുണ്ട്? ദൂരെ നിന്ന് നോക്കുമ്പോ ഫ്രണ്ട് എലിവേഷന് കുഴപ്പമുണ്ടാവില്ല. എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന നേരത്തിൽ ലുക്ക് കിട്ടും എന്നുള്ള ഒരു സംശയം. നോട്ടെ. സാർ ഉദ്ദേശിക്കുന്ന ലുക്ക് ഇനി ഇവിടെ കിട്ടും തോന്നുന്നില്ല. ജനറൽ ട്രാൻസ്ഫറിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. സാറിനെ കൊച്ചിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. റിയലി? അതെ, ലിസ്റ്റ് ഞാൻ കണ്ടതാ. സീനിയർ പോസ്റ്റ് ഉള്ളവർക്കാ ട്രാൻസ്ഫർ. ഇവിടെ വന്നൊന്ന് വേരോട് തുടങ്ങിയതേ ഉള്ളൂ. അതിനു മുമ്പ് പിഴുതെറിയാൻ തിരക്കുമായി. കൊച്ചി സാറിന് കുറെ കൂടി ലക്കി ആയിരിക്കും എന്ന് ആര് പറഞ്ഞു? അത് പിന്നെ
എന്റെ ലക്ക് ഈ മണ്ണി തെളിയിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകും. മാനേജ്മെന്റിന്റെ എല്ലാ തോന്നിവാസമൊന്നും കൂട്ടുക എന്നെ കിട്ടത്തില്ലടോ. സാറിന്റെ സേവനം കൊച്ചിയിൽ ആവശ്യമുണ്ടെന്ന് മെമ്മോയിലുണ്ട്. Excuse me, sir. യെസ്, This is a measurement of the front portion. ആർ യു ഓക്കെ? Okay, sir. ജസ്റ്റ് വെയിറ്റ്, ഐ കം. എന്റെ സേവനം ഇവിടെയും പലർക്ക് ആവശ്യമുണ്ട്. ദേ, ഇതാ ഞാൻ പറഞ്ഞത്, സാറിന്റെ സേവനം തൽക്കാലം ഇവിടെ ആവശ്യമില്ലെന്ന്. ആരോടോ ഇത്? ഇന്ത്യൻ ബാങ്കിൽ ഒരു കക്ഷിയാ, തുടങ്ങിയിട്ട് കുറെ നാളായി. ഓഹോ, ഇതിപ്പോ രണ്ട് കല്യാണം ഒരുമിച്ച് നടക്കുന്ന ലക്ഷണമാണ്. രണ്ടും ഇല്ലാണോ? അതെ, സാർ അറിഞ്ഞില്ലേ? നമ്മുടെ എലിസബത്തിന്റെ കല്യാണവും ഫിക്സ് ചെയ്തു. ഇന്നലെ ആയിരുന്നു എൻഗേജ്മെന്റ്. അപ്പോ അപ്പൊ അതും പോയോ? പിന്നെ എന്റെയും ഷീലയുടെയും കാര്യം എല്ലാം ഒന്ന് ഫിക്സ് ചെയ്തിട്ട് സാറിനോട് പറയാമെന്ന് വിചാരിച്ചു. ഓഹോ, പ്രശ്നങ്ങൾ ഇത്ര സങ്കീർണമായ സ്ഥിതിക്ക് ഇനിയിപ്പോ നമ്മളിവിടെ വന്നൊരു കാര്യമില്ലല്ലോ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കൊച്ചി എങ്കിൽ കൊച്ചി. പക്ഷേ ഇവിടെ പറ്റിയ അബദ്ധം എനിക്ക് പറ്റില്ല. ഒന്നോ രണ്ടോ ആഴ്ച പുറത്ത് നിന്നാലും വേണ്ടില്ല, അവിടുത്തെ സ്ഥിതിഗതികൾ ശരിക്കും പഠിച്ച ശേഷമേ ജോയിൻ ചെയ്യുന്നുള്ളൂ. നീ നോക്കിക്കോ, ഇവിടെ 9 ജനാലകൾ അടയുമ്പോ അവിടെ എനിക്കായിട്ടൊരു വാതിൽ തുറന്നിട്ടുണ്ടാവും. 405 റൂമിൽ സാറിന്റെ ബ്രദറുണ്ട്. ബ്രദറോ? അതെ, ക്യാൻസർ പേഷ്യന്റ് ആണെന്നും വെല്ലൂർക്ക് പോകുന്ന വഴി സാറിനെ കണ്ടിട്ടേ പോകുള്ളൂ എന്നും പറഞ്ഞു. കുറെ നേരം റിക്വസ്റ്റ് ചെയ്തിട്ടാ കീ കൊടുത്തത്. ക്യാൻസർ പേഷ്യന്റ് വെല്ലൂർ. ലേശം ഫിറ്റാ, ഒരു ഗ്ലാസ് തൈര് കൊണ്ടുവാ. നിനക്കാണോ ക്യാൻസർ? എപ്പോഴാ വെല്ലൂർക്ക് പോകുന്നു? എനിക്ക് സൗകര്യമുള്ളപ്പോ പോവും. 50 രൂപ ചോദിച്ചിട്ട് 50 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി വിട്ടവരാണ് നീ. നീ STD ആണെങ്കിൽ ഞാൻ ടെലക്സ് ആണ്. നീ മനസ്സിൽ കാണുമ്പോ ഞാനത് മാനത്ത് കാണും. 50 രൂപയുടെ കാര്യത്തിൽ എനിക്കൊരു തെറ്റ് പറ്റി. അതുപോട്ടെ, നാറികൾ അങ്ങനെ പലതും ചെയ്യും. അതൊക്കെ ഇരിക്കട്ടെ, നീ ഇവിടെ വന്നിട്ട് ഒരു വാക്കറിയണം. ഇല്ല, അറിയിച്ചില്ല. അറിയിക്കേണ്ട കാര്യമില്ലോ. എടാ, 250 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചെന്നെ നീ എന്നെ കുളം തോണ്ടി കുത്തുപാള എടുപ്പിച്ചില്ലേ? നിർത്ത്, ഇനി കൃഷി നിർത്ത്. അപ്പൊ നിന്റെ തീരുമാനം അങ്ങനെയാണല്ലേ? അതെ അതെ. ഇറങ്ങ ഓഹോ, എന്റെ പല്ല് സെറ്റ് എടുത്ത് വെച്ച് എന്നെ തന്നെ നോക്കിച്ചിരിക്കുന്നു. എടാ, പുല്ലെ വെള്ളടിച്ച വയറ്റി കിടക്കണം. ഇവിടെ വന്ന് എന്നെ നാറ്റിക്കണം പാവെങ്കിലും ഇപ്പൊ ഇറങ്ങിക്കോണം. നീ എന്നോട് ഗെറ്റ് ഔട്ട് പറഞ്ഞല്ലടാ. നീ പറയണം, സുഹൃത്ത് ബന്ധങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ദ്രോഹി, നാടോടുമ്പോ നടുവെ ഓടുന്ന നാറി, നായി നടുക്കടലിൽ ചെന്നാൽ നക്കിയെ കുടിക്കൊള്ളടാ. You're a hypocrite. You're a bastard, I say. മുകുന്ദാ, 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 വല്ലതും പറ്റിയോ? വെള്ളം ഇതല്ലടാ, സ്മാള് നല്ല വെളുത്ത നിറം, നല്ല വലിയ കണ്ണുകൾ, ചാമ്പയ്ക്ക പോലുള്ള ചുണ്ടുകൾ, അന്ന നട, ഒരു വെളുത്ത മാരുതി കാറിൽ അവള് വന്നു. 1000 ഓർഡിനറിയോ? ഓർഡിനറി. നമ്പർ നോട്ട് ചെയ്തോ? ഇല്ല. ഇത് തിരുവനന്തപുരം അല്ല, കൊച്ചിയാണ്. തോപ്പുംപിടി പാലത്തിന്റെ മേളിൽ നിന്ന് താഴോട്ടെടുത്ത് ഇടും പെണ്ണിന്റെ ആൾക്കാര്. അതുകൊണ്ട് ഇനി ഒറ്റ നമ്പറേ ഉള്ളൂ. അതെന്താ? അവളെ മറന്നുകളാ. ദേ, സമയവും സന്ദർഭവും നോക്കി ഇവിടെ കോമഡി പറയാൻ. എങ്ങനെ പറയാതിരിക്കും? 24 മണിക്കൂർ നേരെ സാരിത്തുമ്പിന്റെ പുറകെയല്ലേ. ഏത് ഊതറ പീസിനെ കണ്ടാലും വിടർന്ന കണ്ണ്, മൂക്ക് നാരങ്ങ, ചുണ്ട് പേരയ്ക്ക, എന്നിട്ട് പോടേ. ദേ, ഒരുമാതിരി തൊലിഞ്ഞ വർത്താനം പറഞ്ഞോണ്ടല്ലോ. ഞാൻ എന്താ 24 മണിക്കൂർ പെണ്ണുങ്ങളെ പുറത്ത് ചുറ്റുക? എനിക്കിവിടെ അന്തസ്സായിട്ടൊരു ജോലിയുണ്ട്. അല്ല, നിന്നെ പോലെ തേരാപ്പാര തെണ്ടി കിടക്കുകയല്ല. ഇത് തിരുവനന്തപുരമാണ്, ഞാൻ ചോദിക്കില്ലോ. എറണാകുളമായി പോയി, എനിക്ക് പരിചയമില്ലാത്ത സ്ഥലമായി പോയി. എന്തായാലും എനിക്ക് ഇവിടെ കണ്ടേ പറ്റൂ. ഐ വാണ്ട് യുവർ ഫുൾ ഡീറ്റെയിൽസ് ഇമ്മീഡിയറ്റ്ലി. നീ സീരിയസ് ആയിട്ടാണോ? അതെ, സത്യം. സത്യം. എങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫൈൻഡ് വരുത്ത്. എങ്കിൽ എനിക്ക് ഐഡിയാസ് വരത്തുള്ളൂ. Within 24 hours 20 minutes she will be before you. അവൾ നിന്റെ മുമ്പിലുണ്ടാവും. ഭഗവാൻ തെരി മായ. ഉറപ്പാണോ? देखो, अरे एक pint लाओ ना, बेल करो. सोडा एंड आइस मिलाओ. Okay जी.
പൊക്കോ. ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കരുത്. മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. സ്റ്റോപ്പ് സ്റ്റോപ്പ്, എനിക്ക് മൂത്രം ഒഴിക്കണം. മതി അളിയാ മതി, ഇന്നത്തേക്ക് ഇത്രയും മതി. മാരുതി നോക്കി നോക്കി എന്റെ കഴുത്തൊരു മാതിരിയായി. ഇനി എല്ലാം നാളെ. ഓഫീസ് ടൈമായി, ഇനി നാളെ. നാളെ നാളെ നീളെ നീളെ നീ വണ്ടി കയറി. എടാ ഒരു 10 മിനിറ്റ് കൂടി കറങ്ങി നോക്കി അവളെ കിട്ടുന്ന എന്റെ മനസ്സ് പറയുന്നു. ഇനി കറങ്ങിയാ ഞാൻ കറങ്ങിപ്പോവും. ഇനിയെങ്കിലും ഓഫീസിൽ ചെന്നില്ലെങ്കിൽ സൂപ്രണ്ടിനെ ചവിട്ടി പുറത്താക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. വൈകിട്ട് വന്നിട്ട് പുതിയ പദ്ധതികൾ ആലോചിക്കാം. അളിയാ പോകുന്ന വെള്ളം മാരുതി കാരണം അവളാ. വിട്ടോ 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 വിട്ടോ. എന്താ അറിയോ? സ്കൂട്ടർ എടുത്ത് മാറ്റണോ? അതെ, വേറൊരു പാര. പ്രകാശ്, വേഗം ഇങ്ങോട്ട്. അയ്യോ. കാലെടുത്ത ആക്സിലേറ്ററിന്റെ മോൾ. വണ്ടിയോടെ പോയി. മുമ്പേ വണ്ടി എവിടെ പോയിന്ന്? അതെ, വണ്ടി ഏത് വണ്ടി? നിന്നെ നോക്കാനല്ലേ ഏൽപ്പിച്ചിരുന്നത്. ആണോ? എടാ വണ്ടി എവിടെ പോയി ചോദിച്ചു. വണ്ടി അതാണ് ഞാൻ. വണ്ടി അയ്യോ, പിന്നെ നീയൊക്കെ എന്നെ കോപ്പുണ്ടാക്കാൻ വണ്ടി കയറിയിരിക്കുന്നു. നിന്നെ ഏൽപ്പിച്ചു എന്നെ പറഞ്ഞാൽ മതി. എറണാകുളത്തുകാരനാണെന്ന് പറഞ്ഞ് നടക്കുന്നു. നിന്നെ കേൾപ്പിച്ച് എന്നെ വേണം പറയാൻ. എടാ ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഏതായാലും വണ്ടി കണ്ടു, ആളെ കണ്ടു, എനിക്ക് മനസ്സിലായി. വൈകുന്നേരം നീ കുപ്പിയായിട്ട് വാ, നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കാം. വസന്തി. മൂന്നാ യെസ്. ഒപ്പിടാൻ വരട്ടെ. ഗുഡ് മോർണിംഗ് മാഡം. അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ ഒപ്പിടാൻ. ഒപ്പിടണ്ട. ഇന്നല്ല, കുറച്ച് നാളത്തേക്ക് തന്നെ ഒപ്പിടണ്ട. പുറത്ത് നിന്നാ മതി. അയ്യോ മാഡം, തന്നോട് പറഞ്ഞ് ഞാൻ മടുത്തു. ഓഫീസ് വരെ മാത്രം സമയമില്ല. പുറത്ത് എവിടെ നോക്കിയാലും കാണാനല്ലോ വായി നോക്കി നടക്കുന്നത്. അല്ല പലർക്കും പല സഹായങ്ങളും ചിലരുടെ പ്രശ്നങ്ങൾ സോൾവ് ഇയാൾക്ക് മാത്രമേ ഉള്ളല്ലോ പ്രശ്നങ്ങള്. ഇത് കൊഴിഞ്ഞ പ്രശ്നമാണ്. അറ്റൻഡൻസ് ഒപ്പിട്ടിട്ട് സെക്ഷനിൽ കൊടുത്ത്. ഈ കക്ഷിയല്ലേ അന്ന് മാരുതി കണ്ടത്? എടാ പ്രകാശ, നീ പുണ്യം ചെയ്ത ആത്മാവാടാ. എന്താ മൂന്ന് സാറേ ഒരു ചുറ്റിക്കളി? ഒന്നുമില്ല, വെറുതെ ഓഫീസ് ടൈം അല്ലേ. വാസന്തി ചെല്ല്. ചേച്ചി എത്രയും വേഗം സെർവന്റിന്റെ കാര്യം ശരിയാക്കണം. ഒക്കെ ശരിയാക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി. മൂന്നാ ഇങ്ങോട്ട് വേണം. തന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളോ പെണ്ണുങ്ങൾ വന്നിരുമ്പോ ഇങ്ങനെ ചുറ്റി കളിക്കരുതെന്ന്? അയ്യോ അല്ല, ഞാൻ ഡെസ്പാച്ച് ഫയൽ സേഫ് വെച്ച് പൂട്ടാൻ. ഒന്നുമല്ല, വായിന്നോട്ടൊക്കെ ഓഫീസിന് പുറത്ത് മതി. ഞാൻ കുട്ടിയെ നോക്കിയതാണ്. ഏത് കുട്ടിയാണ്, എവിടത്തെ കുട്ടിയാണ്? മതി 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 മതി. താൻ കുട്ടിയെ നോക്കണ്ട, തന്റെ ഡ്യൂട്ടി നോക്കിയാ മതി. മനസ്സിലായോ? യെസ് മാഡം. മൂന്നാ. ഇല്ല മാഡം, ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഈ മുകുന്ദന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എന്നെ സസ്പെൻഡ് ചെയ്യരുത്. ഇയാളിഞ്ഞ് വന്നേ വേറൊരു കാര്യം ചോദിക്കാനാ. എന്താ മാഡം? താൻ ആ കുട്ടിയെ കണ്ടോ? ഏത് കുട്ടി? ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയ ആ കുട്ടി. ആ കുട്ടിയെ കാണാനല്ലേ എന്റെ ഡെസ്പാച്ച് കിടന്ന് കറങ്ങിയത്? എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയാ. അവൾക്ക് അത്യാവശ്യമായിട്ട് വീട്ടുജോലിക്ക് ഒരാളെ വേണം. താൻ വിചാരിച്ച സംഘടിപ്പിക്കാൻ പറ്റുമോ? എക്സ്ക്യൂസ് മീ, ഞാൻ ബ്രോക്കർ അല്ല. മിസ്റ്റർ പ്രകാശ, വിത്തിൻ 24 hours 20 minutes ആ കുട്ടിയെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിന്റെ മുമ്പിലെത്തും. ബ്രോക്കറാണ് മാഡം. ആദ്യമായിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞല്ലേ, എന്റെ ഇമേജിന് അല്പം കോട്ടം തട്ടിയാലും തരക്കേടില്ല. അല്ല മണി പോലുള്ള പാർട്ടീസിനെ ഞാൻ കൊണ്ടേപ്പിക്കാം. അതെനിക്കറിയാം. ആരെ കൊണ്ടുവന്നാലും കൊള്ളാം, പക്ഷെ നല്ല മര്യാദയുള്ള ആളായിരിക്കണം. ഇടയ്ക്ക് വെച്ച് ഇട്ടെറിഞ്ഞ് പോകരുത്. സ്ഥിരമായിട്ട് നിൽക്കണം. അയ്യോ, ഇത് സ്ഥിരമായിട്ടേ നിൽക്കൂ. കേറിയാ പിന്നെ ഇറങ്ങുന്ന പ്രശ്നമേ ഇല്ല. അത് മാത്രമല്ല, ഒരു കാര്യം പ്രത്യേകം പറയണം. അവക്കൊരു കുട്ടിയുണ്ട്. അതിനെയും കൂടെ ചിക്കു, എന്താ ഇത്? എടുക്കരുത്. വരാനാ പറഞ്ഞത്. എടുക്കരുത്. ചിക്കു, എന്താ നീ കാട്ടുന്നത്? നിക്കവിടെ.
എന്താ ഇതൊക്കെ? ദിസ് ഇസ് ടു മച്ച്. ഇതൊരു ഓഫീസാണെന്ന കാര്യം മറക്കരുത്. തനിക്ക് അല്പം സ്വാതന്ത്ര്യം തന്നു വിചാരിച്ച്. യു നോ ദിസ് ഇസ് എ തേർഡ് ടൈം ഐ ആം ഫേസിംഗ് സച്ച് എ ബിറ്റർ എക്സ്പീരിയൻസ്. സോറി സർ. No, no, I can't tolerate this. Out. What torture is this? ആത്മാർത്ഥ സുഹൃത്തെ, നല്ല ടേസ്റ്റ്. ഇനി ഒരു ചില്ലി ചിക്കൻ കൂടി പറയട്ടെ. ചില്ലിയോ ലില്ലിയോ എന്ത് പണ്ടാറമണിൽ പറഞ്ഞോ. ഇപ്പൊ തന്നെ രൂപ 10,400 ആയി. ഈ ടെൻഷൻ പിടിപ്പിക്കാതെ കാര്യം പറ. എടാ, അവളുടെ വീടറിഞ്ഞു, പേരറിഞ്ഞു. ഇനി ഒന്ന് കണ്ടുമുട്ടാനുള്ള വകുപ്പല്ലേ? പറയാം, ഞെട്ടരുത്. ദുർബലമല്ലല്ലോ നിന്റെ ഹൃദയം. പറയാം, രസ്യം ചിക്കൻ. നീ കൂടുതൽ ചിക്കരുത് ശവമേ. കാര്യം പറഞ്ഞ പോലേക്ക്. നീ കുടിക്കാൻ എന്തെങ്കിലും തണുത്തത് കരുതി വെക്കുന്നത് നല്ലതാണ്. കാര്യം പറ പുല്ലേ. എങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കേട്ടോ. ആദ്യം നീ ഒരു വേലക്കാരന്റെ വേഷം കെട്ടണം. വേലക്കാരനോ? എന്താ, പറ്റില്ലേ? എങ്കിൽ വേണ്ട. വെട്ടി വിഴുങ്ങിയതിന്റെ കാശ് മുഴുവൻ കൊടുത്തിട്ടേ നീ തന്നെ അങ്ങ് ചെല്ല്. നിനക്കാവുമ്പോ ചേരും, വേഷവും കെട്ടണ്ട. നിനക്ക് വയ്യെങ്കിൽ ഞാൻ പോകോളാം. അയ്യടാ, മൂഞ്ചിയ പത്ത മുനിസിപ്പാലിറ്റി. ഓടാ. കാക്കയ്ക്കും തൻമൂഞ്ചി പൊന്മൂഞ്ചി താനടാ. ഞാൻ ഈ വേലക്കാരന്റെ വേഷം തന്നെ കെട്ടണം. നിനക്കെന്താ അത്ര നിർബന്ധം? അവിടെ ഒരു വേലക്കാരന്റെ തസ്തിക ഒഴിവുണ്ട്, അതുകൊണ്ടാ. എന്ന് പറഞ്ഞ എനിക്ക് എന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ? എന്നാ നീ നിന്റെ സ്റ്റാറ്റസും കക്ഷത്തി വെച്ചോണ്ട് ആ PC പോയി. നീ കാര്യമായിട്ട് പറഞ്ഞോണോ? എന്റെ അമ്മ, ഈ ചപ്പാത്തിയാണ് സത്യം. എന്നാ പിന്നെ കൈ നോക്കിക്കളേ അല്ലേ? ജീവിതത്തിൽ പല വേഷവും കെട്ടണ്ടല്ലേ? നിന്റെ ആഗ്രഹം സാധിക്കണമെങ്കിൽ ഈ വേഷം തന്നെ കെട്ടേണ്ടി വരും. എടാ, 2 ദിവസം കെട്ടിയാൽ മതി, 3ന്റെ അവിടെ വീഴും. പിന്നെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇക്കാലത്ത് അതൊരു ഫാഷനുമാണ്. നീ എത്ര കാര്യമാക്കി എടുക്കണ്ട. എന്താ? അവളൊന്ന് പ്രസവിച്ചാണ്. പ്രകാശ, നിനക്ക് താല്പര്യമുള്ള വിട്ടുകള. നമുക്ക് പ്രസവിക്കാത്ത ഒരെണ്ണത്തിൽ വേണ്ട. ഒന്ന് പെറ്റൊന്നും എനിക്കൊരു പ്രശ്നമല്ലടാ. കുട്ടി ഈസ് നോട്ട് എ പ്രോബ്ലം ഫോർ മീ മാൻ. Then proceed, man. ഭഗവാൻ തെരി മായ. എന്ത് വേണം? എന്താ? ഇവിടെ ജോലിക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ, പറഞ്ഞിരുന്നു. ആള് വന്നു? അല്ലല്ല, ആള് ഞാൻ തന്നെയാ. നിങ്ങളോ? അതെ, കാര്യങ്ങളൊക്കെ മൂന്ന് സാറിനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെപ്പോലെ ഒരാളെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ, ഒന്ന് നിക്കേ. ഞാൻ നല്ലൊരു വിലക്കാരനാ. ചേച്ചി പറഞ്ഞ ആളാണോ നോക്കി? അയ്യോ, എന്നെ പറഞ്ഞേക്കരുത് സാർ. ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. എടാ കൊച്ചനെ, ഇവർക്ക് ആവശ്യം ഒരു പെമ്പറന്നോരെയാ. കറിക്കരിയണം, തുണി നനയ്ക്കണം, ഈ വീട് തൂത്തു തുടയ്ക്കണം, പിന്നെ കൊച്ചിനെ നോക്കണം. എനിക്കറിയാം, ഈ പറഞ്ഞ ജോലികളൊക്കെ ഞാൻ ചെയ്യാം. അത് ശരിയാവില്ലേ ചേച്ചി? ഇനി വന്നു. അയ്യോ, എന്നെ ഈ ചെക്ക എവിടേക്ക് അങ്ങോട്ട് പോണേ? നീ ഇവിടെ നിൽക്കാൻ. അല്ല, ഞാൻ അതന്നെ ശരിയാവാത്തെ. അവനെ കണ്ടിട്ടൊരു പാവാണെന്നാ തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ 3 ഇങ്ങോട്ട് പറഞ്ഞയക്കൂ. എന്നാലും ചേച്ചി, ഞാനും മോളും മുത്തശ്ശനും മാത്രമല്ലേ ഉള്ളൂ. ഒരു പരിചയമില്ലാത്തൊരു പുരുഷനെ എങ്ങനെയാ ഇന്ന്? കയ്യിൽ വന്ന വീണ ഭാഗ്യം തട്ടിക്കളയരുത്. ഇന്നത്തെ കാലത്ത് സ്ത്രീകളെക്കാൾ പേരും പുരുഷന്മാരാ. അനു അവന്റെ മുഖം ശ്രദ്ധിച്ചോ? പരമഭക്തനാവൻ. കൊള്ളരുതാത്തൊന്നും അവൻ ചെയ്യില്ല. ഇനിയിപ്പോ ഒന്നും ആലോചിക്കാനില്ല. കറിയച്ചൻ അങ്ങോട്ടൊന്ന് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കും. ചെല്ലെന്ന്. സാർ, ദയവ് ചെയ്ത് എന്നെ പറഞ്ഞു വിടരുത് സാർ. അങ്ങനെ പറയരുത് സാർ. എനിക്കാരുമില്ല സാർ. തളർവാദം പിടിച്ചെടുക്കുന്ന ഒരു അമ്മ മാത്രം. മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു ജോലി കിട്ടിക്കാണണം എന്നുള്ളത് അമ്മയുടെ അവസാനത്തെ ആഗ്രഹമാണ്. അവരുടെ ആനന്ദക്കണ്ണീർ കണ്ടുകൊണ്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്നത്. അറിയില്ലടി നീ. ഇനി ഒരു ജോലിയില്ലാതെ എന്നെ കണ്ടാൽ അവർക്കത് താങ്ങാനാവില്ല സാർ. അമ്മയില്ലാതെ ഞാൻ വീട്ടിലേക്ക് പോകില്ല സാർ. സാർ പ്ലീസ് എന്നെ കൈവിടരുത്. ഞാനും എന്റെ അമ്മയെ ആത്മഹത്യ ചെയ്യുന്ന സാറിനെ കാണേണ്ടി വരും സാർ. സാർ ഒരു കുടുംബം അവനെ സമ്മതിക്കണ്ടേ? എന്നെ കൈവിടരുത്. കാല് പിടിക്കാൻ സാർ. സാർ പ്ലീസ്. തന്റെ പേരെന്താ? വാസുദേവൻ. പ്രവാസുദേവനാ? അത് വീട്ടുപേരാ. പ്രാവ് പുരക്കൽ വാസുദേവൻ. അതെന്താ, തന്റെ അപ്പന് പ്രാവ് എടുത്തുണ്ടായിരുന്നു? അച്ഛനല്ല, മുത്തച്ഛന്. മരിക്കുന്നത് വരെ പ്രാവുകൾ മുത്തച്ഛനൊരു ഹരമായിരുന്നു. പണ്ടൊരിക്കലേ മുത്തച്ഛനും പ്രാവുകളും തമ്മിൽ. അങ്ങേരുടെ ഒരു പ്രാവും പക്ഷി. അതെന്താ, പ്രാവിനെ പറ്റി ഇവിടെ പറയാൻ പാടില്ല? പാടില്ല. എടോ, തനിക്ക് അടുക്കള പണിയൊക്കെ അറിയോ? ഓഫ് കോഴ്സ് മാഡം, ഐ ക്യാൻ ഡു. താനിപ്പോ എന്താ പറഞ്ഞേ? തനിക്ക് ഇംഗ്ലീഷ് അറിയൂ? ആരോടും പറയരുന്ന് ആഗ്രഹിച്ചതാ. ഇനിയിപ്പോ എന്തിനാ വിളിക്കുന്നത് സാർ? BSc വരെ പഠിച്ചൊരു ചെറുപ്പക്കാരനാണ് സാർ ഞാൻ. അതൊന്നും എനിക്കൊരു ശാപമാ. കൂലിപ്പണി ചെയ്യാന്ന് വെച്ചാൽ പോലും ആരും തരുന്നില്ല. ഒരു അഭ്യസ്തവിദ്യനായ ചെറുപ്പക്കാരോടുള്ള സിമ്പതി എനിക്ക് ഇവിടെ ഒന്ന് പറയാനുള്ളൂ. ആ സിമ്പതി എന്നോട് കാട്ടരുത്. വാസുദേവ സാർ പ്ലീസ്. നീ അടുക്കളയിലേക്കല്ലേ? എന്നിട്ട് ജോലി തുടങ്ങിക്കോ. സാർ ഞാൻ ഒരിക്കലും. പിന്നെ എടോ, താൻ അടുക്കളയിലോട്ടില്ലേ? മോളെ, നമ്മുടെ പുതിയ സെർവന്റാ. ഞാനല്ല അവിടെ.
വാസുദേവ, മുത്തച്ഛന് കൃത്യമായി മരുന്ന് കൊടുക്കണം. 11 മണിക്ക് കുളിക്കാൻ ചൂടുവെള്ളം, കുളി കഴിഞ്ഞാൽ ഹോർലിക്സ്. ആ, മോള് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, നിർബന്ധിച്ച് കഴിപ്പിക്കണം. കേക്കും ബിസ്ക്കറ്റൊക്കെ ഷെൽഫിലുണ്ട്. മോളെ, മാമ പോവാണേ, ബൈ. ആ പിന്നെ എന്റെ കുഞ്ഞിനെ കരയിപ്പിച്ച വാസുദേവനെ ഞാൻ വെറുതെ വിടില്ല. അയ്യോ വേണ്ട, മോള് വന്നാ പിന്നെ വാസുദേവൻ ആരാ കൂട്ട്? വാസുദേവന് ചിക്കുനെയാ ഇഷ്ടം. വാസുദേവൻ നല്ല ആളാ മോളെ, പപ്പിനെ പോലും ഒന്നല്ല. മോക്കെ ഐസ്ക്രീം ഉണ്ടാക്കി തരും, പായസം ഉണ്ടാക്കി തരും, അല്ലേ വാസുദേവ? പിന്നെ കണ്ടോ, മമ്മിയുടെ ചക്കര മോള് നല്ല കുട്ടിയായിട്ട് നിക്കണം കേട്ടോ. ഫ്രണ്ടിലെ വാതിലടച്ചോളൂ. ആ മുത്തശ്ശൻ, ഞാൻ പോവാ. പിന്നെ മാഡം എന്താ? ലവ് ഒന്നുമില്ല. പിന്നെ മാഡം പ്ലീസ്. പോയോ? ഓ, തനിക്ക് എന്താണോ എന്നോടൊരു ഇഷ്ടക്കുറവ്? എന്താ ബഹളം അവിടെ? ഏയ് മുത്തശ്ശൻ, ഞങ്ങള് നെഞ്ചത്തി ഔട്ടി കളിച്ചോണ്ടിരിക്കുക. താനെന്താ വിളിച്ചത്? ഇയാളെന്നോ? മര്യാദക്ക് സംസാരിച്ചോണം. അവിടെ നിൽക്കാൻ. നിന്നെ ഞാൻ ഞങ്ങള് പാപത്തി കളിക്കുക. താനെന്താ വിളിച്ചു പോയത്? ഞാൻ തന്നെ തല്ലിന്നോ? ആള് കൊള്ളാമല്ലോ. എനിക്കിട്ട് പാര വെച്ചോണ്ടല്ലോ. എന്തെങ്കിലും കഴിക്ക്. അതെ, അത് ഞാൻ തീരുമാനിച്ചോളാം. അറിയാം, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നിരിക്കുന്നത്. കൂടുതൽ വിളച്ചിലെടുത്താണ്ടല്ലോ, ഇത് അടുപ്പിലോട്ട് വെച്ചിട്ടേ ഉടുപ്പ് അങ്ങോട്ട് പൊക്കിട്ട് നല്ല ഷൂന്ന് വെച്ചു. ഹലോ ഹലോ, വാസുദേവനാ? ഞാനാ അനു. എങ്ങനെയുണ്ട് മോൾ? എന്തെടുക്കുവാ? വല്ല പ്രശ്നമുണ്ടോ? ഏയ്, ഒരു പ്രശ്നമില്ല. മോള് മിടിക്കല്ലേ. ഭക്ഷണം എടുത്തു വെച്ച് കഴിഞ്ഞു, എടുത്ത് പഠിക്കും. അതെ, കഴിക്കാൻ പോകുന്നു, കഴിച്ചോണ്ടിരിക്കുകയാണ്. മോള് തമാശ കളിച്ചോണ്ട്. ഓക്കെ ഓക്കെ മാഡം. ഇനി എന്റെ സ്വഭാവം മാറ്റരുത്. മര്യാദക്ക് ഞാൻ തരുന്ന ഭക്ഷണം മുഴുവൻ കഴിച്ചോളാം. കഴിയേ. ഇനി മുതൽ താൻ എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എപ്പ കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. ആ, ഗോഡ് തന്നെ. കഴിക്കാനാ പറഞ്ഞത്. സാറ് തന്നെ തുറച്ചു നോക്കുന്നു. പ്രശ്നമൊന്നുമില്ലല്ലോ. ഏയ്, ഒന്നുമില്ല. കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. കുട്ടിയുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, തന്റെ. എനിക്കോ? വിളഞ്ഞ വിത്ത സൂക്ഷിക്കണേ. ഗുരുതരമായിട്ടുള്ള പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട. ഏയ്, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കറിയ പെറ്റ്സ് കോർണറിലേക്ക് ഫോൺ ചെയ്താൽ മതി. ഇതിനെ ശരിയാക്കാനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. കൊഞ്ചിച്ച് വളർത്തിയിട്ടാണ്. നല്ല കലേമയുടെ അടി കൊടുത്തോണ്ടല്ലോ. നേരെയാവാത്ത കേസൊന്നുമില്ല. വിശ്വാസികൾ, ഞാൻ ഇവിടെ നിക്കണ. ഏയ്, ഒരു കുഴപ്പമില്ല. സാറ് പോയിക്കോ. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാലറിയും. ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. നീ വാ, താഴത്തേക്ക് പാടി. നീ ശരിയാക്കി തരണം ഞാൻ.
അയ്യോ താൻ ഒരൊറ്റ ആളാണ് ഇതിന് മുഴുവൻ കാരണം. മര്യാദയ്ക്ക് ഇത് മുഴുവൻ കഴിച്ചോണം. അല്ലെ തകടി അല്ലെ വായിൽ കുത്തിക്കിട്ട് ഞാൻ. ആഹാ ഞങ്ങൾ ഓടിത്തൊട്ട് കളിക്കാം. മൂവി വിളിക്കലടി, അടിച്ച് പുറം പൊളിക്കും ഞാൻ. ഇതൊക്കെയാണ് നിന്റെ കയ്യിലിരിപ്പല്ലേ? നിന്നെ നേരെയാക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെടി. ആദ്യം നിന്നെ കയ്യിലെടുത്തിട്ട് വേണം നിന്റെ തള്ളയെ കയ്യിലെടുക്കാൻ. എനിക്ക് ഇവിടെ വാ. എന്റെ അടുത്ത് വിളച്ചില്ല. മൂവി വിളിച്ചോ? ആരും കേൾക്കാൻ പോകുന്നില്ല. ഹലോ, good morning. Could I speak to the managing director? Thank you. Good morning, sir. I am Prakash Menon here. ഹലോ പ്രകാശ്, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്നാ ജോയിൻ ചെയ്തേ? അത് പിന്നെ സാർ, സോറി, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്കൊരു 15 days ഗ്യാപ്പ് കൂടി വേണം. ഒരു പുതിയ കൺസ്ട്രക്ഷനാ. No, it's a private firm. നോ, യു ഹാവ് ടു കം. Sir, you are really selfish in your profession, yeah? അതല്ല, നമ്മുടെ പുതിയ മുസാഫിർ പ്രോജക്ട് ഒരു ചലഞ്ചിങ് വർക്കാണ്. പ്രകാശിന് അതൊരു ത്രില്ലായിരിക്കും. നോ ഡൗട്ട്. കഴിയുന്നവേ ഞാൻ എത്തിക്കൊള്ളാം. ഓക്കെ പ്രകാശ്, വി വിൽ ഡിസ്കസ് ഇറ്റ്. താനെന്താടോ വല്ല മന്ത്രവാദം നടത്തിയോ? എന്താ സാർ? മിസ്റ്റർ പ്രകാശ് മേനോൻ വിളിച്ചിരുന്നു. അയാൾക്ക് തൽക്കാലം ജോയിൻ ചെയ്യാനാവില്ലെന്ന്. താങ്ക് ഗോഡ്. താൻ സന്തോഷിക്കൊന്നും വേണ്ട, തൽക്കാലത്തേക്കാ. കൂടിപ്പോയ 10-15 ദിവസം. പുതിയൊരു വർക്കിൽ പെട്ടുപോയത്രേ. ഏതായാലും പ്രോജക്റ്റ് ഒന്നും താമസിപ്പിക്കണ്ട. യു പ്രൊസീഡ്. പിന്നെ തന്റെ ഈ മുന്നറിയിപ്പില്ലാത്ത ലീവ് എടുപ്പുണ്ടല്ലോ, അതൊന്ന് നിർത്തണം. ഇനി അങ്ങനെ ഉണ്ടാവില്ല സാർ. എനിക്കൊരു നല്ല സെർവന്റിനെ കിട്ടി. ഏയ്, തനിക്ക് വിശക്കൊന്നുമില്ല. അങ്ങനെ വിശന്നാലേ മേൽപോട്ട് നോക്കി വായം പൊളിച്ചേക്ക്. അങ്ങനെ വിശന്ന ഒരു രക്ഷയില്ല. ആകെ ഇവിടെ ഉള്ളത് മുഴുവൻ ഞാൻ തിന്നു കഴിഞ്ഞു. പോയി കിടന്നുറങ്ങാൻ നോക്ക്. മാമയോടോ അമ്മയോടോ അമ്മൂമ്മയോടോ ആരോട് വേണേൽ ചെന്ന് പറ. ഹലോ, ബിൽഡേഴ്സ് ഇന്ത്യ അല്ലേ? ഞാൻ ചിക്കുവാ. അനൂപിലെ ഒന്ന് വിളിക്കുവോ? എന്തോ ടൈറ്റിലോ? താങ്ക് യു. ചന്ദനക്കുറി, ചാക്ക് പോലത്തെ ഒരു ഷർട്ട്, ആനയ്ക്ക് കോണം കൊടുത്ത പോലത്തെ ഒരു പാന്റും, കറുത്ത ചരടും. എന്തൊരു ഗ്ലാമറുള്ള മുഖമായിരുന്നു. ഇപ്പൊ ഒരുമാതിരി വെള്ളരിക്കണ്ടത്തെ കോലം കുത്തിയ പോലെ ഉണ്ട്. ആത്മഗതം നിർത്ത്. അവള് വളഞ്ഞോടെ? വളഞ്ഞു. ആ പണ്ടാറടങ്ങിയ കൊച്ചിനടുത്ത് എന്റെ നടുവ വളഞ്ഞത്. അതാണെങ്കിൽ ഒരു അസൂര്യ വിത്ത്. മേക്കാൻ പെടുന്ന പാടെ എനിക്കും ദൈവത്തിനും മാത്രം അറിയാം. നല്ല ഒന്നാന്തര AC റൂമിൽ നിന്ന് 2 എണ്ണം അടിച്ചിരിക്കേണ്ട എന്റെ ഒരു ഗതികേട് നോക്കണേ. അതൊക്കെ പോട്ടെ, കാര്യം കഴിഞ്ഞപ്പോ കമ്മാളം പുറത്ത്. കാര്യം കഴിഞ്ഞ? അതൊന്നുമല്ല, ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ പതുക്കെ ഒരു നമ്പർ ഇടാന്ന് വെച്ചപ്പോ അവള് പറയാ, വാസ്തവം പോവല്ലേ, നമുക്ക് നാളെ കാലത്ത് കാണാന്ന്. നാളെ കാലത്ത് കാണിച്ചു കൊടുക്കാം. ഐ വിൽ പ്രൂവ് ഹു ഐ ആം. ഹലോ സെർവന്റ് പണിക്ക് എപ്പോഴാ പോകുന്നത്? രാവിലെ പോണം. എന്നാ 5 AM ഒരു വേക്കപ്പ് കാൾ ബുക്ക് ചെയ്യാം. നീ പോത്തു വല്ലയിടത്ത് ഉറങ്ങിപ്പോയാലോ? വേണ്ട, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം.
ഇക്കാര്യത്തിൽ നിന്റെ ഔദാര്യമൊന്നും എനിക്ക് ആവശ്യമില്ല. A friend in need is a friend indeed. സാർ എനിക്കൊരു ഉപകാരം ചെയ്തു തന്നാ മതി. ദേ, ഇവിടെ ഉള്ള എല്ലാം ഇഷ്ടം പോലെ നക്കി കുടിച്ചത് ഇവിടെ ഇരുന്ന് തന്നാ മതി. എന്നിട്ട് ഇതിന്റെയൊക്കെ ബില്ല് പേ ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി തന്ന് എന്നെ സഹായിക്കുക. അടിച്ച് ഭഗവാൻ ചേരി മായ. ചിക്കു വാ, നമുക്ക് പോവാ. അയാള് വന്നില്ലല്ലോ മമ്മ. വാസുദേവൻ വരും. മോള് മമ്മയുടെ കൂടെ വാ. വേണ്ട, അയാള് വരട്ടെ. എന്താ മോളെ ഇങ്ങനെ? മമ്മയ്ക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ചിക്കു ഓഫീസിൽ വരില്ല. വേണ്ട, മോള് സാറാൻഡിയുടെ വീട്ടിൽ നിന്നോ. അപ്പൊ വാസുദേവൻ വന്ന ചിക്കു എങ്ങനെ അറിയാ? വാസുദേവൻ വന്നാ മോളെ വന്ന് വിളിക്കാൻ മമ്മ ഫോൺ ചെയ്ത് പറയാം. വാ, നമുക്ക് പോവാം. വന്നേ, കേറ്. വാസുദേവൻ. വാസുദേവ, വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. തുറന്നകത്ത് കയറാം. ആ പിന്നെ ചിക്കുവിനെ ഞാൻ കൊണ്ടുപോവാണ്. വാസുദേവന് ചെയ്യാൻ ഇന്ന് കുറച്ച് ജോലിയുണ്ട്. ഡ്രോയിങ് റൂം ആകെ പൊടി പിടിച്ച് കിടക്കുവാണ്. തറയൊക്കെ തുടച്ച് വൃത്തിയാക്കണം. എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെക്കണം. ഷോക്കേസ് ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നും പൊട്ടിക്കരുത്. ജോലിക്കിടയിൽ മുത്തശ്ശന്റെ കാര്യം മറക്കരുത്. സമയത്തിന് മരുന്ന് കൊടുക്കണം. ചിക്കുവിന്റെ മുഷിഞ്ഞ ഡ്രസ്സൊന്നും വാഷ് ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. ഒക്കെ ബെഡ്റൂമിൽ ഇട്ടിട്ടുണ്ട്. നിറയെ ചെളിയും അഴുക്കുമാണ്. നല്ലപോലെ വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെക്കണം. ഇനി കിച്ചണിലെ കാര്യം. പാത്രങ്ങളെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വെക്കണം. തീർന്നില്ല, ഒരു ജോലിയൂടെ ഉണ്ട്. ഇത് കൂടി വൃത്തിയാക്കിയാൽ വാസുദേവന്റെ പണി തീർന്നു. നീയാണോ? വാ 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 വാ. തകർന്നളിയാ, എല്ലാം തകർന്നു. പിടയ്ക്കാതെ കാര്യം പറ. താൻ നോക്ക്, 1.5 കിലോമീറ്റർ നീളമുള്ള ലിസ്റ്റ് എഴുതി വെച്ചിട്ട് അവള് പോയിരിക്കുന്നു. എനിക്കാണെങ്കിൽ ഈ ജോലി ഒന്നും ചെയ്ത് ശീലമില്ല. ഇതൊക്കെ ഈസി ജോബല്ലേ. ആദ്യമായി കുഞ്ഞിന്റെ മൂത്രം എങ്ങനെ മാറ്റാം നോക്കിയോ. അതാണ്. മൂത്രത്തിൽ മുങ്ങിയ തുണിയിൽ സോപ്പ് കൊണ്ട് ഇങ്ങനെ തേക്കുക. എന്നിട്ട് വെള്ളത്തിലിട്ട് നല്ലോണം ഒലക്കുക. മുറുക്കി പിഴിയുക. ഒന്ന് മണത്ത് നോക്കുക. മൂത്രത്തിന്റെ മണം നിശേഷം മാറിയാൽ മാത്രം നല്ല വെയിലത്ത് ഇങ്ങനെ വിരിച്ചുണക്കുക. ഡ്രിങ്. അടുത്തത് എച്ചിൽ പാത്രങ്ങൾ എങ്ങനെ കഴുകാം. പാത്രങ്ങൾ ഓരോന്നായി കയ്യിലെടുത്ത് അഴുക്കുകളെ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഡിറ്റർജന്റ് പൗഡർ ഇട്ട് ചകിരിയോട് ചേർത്ത് പെടുത്ത് ഇങ്ങനെ തേക്കുക. എന്നിട്ട് വൃത്തിയുള്ള വെള്ളത്തിൽ കഴുകുക. ഉണങ്ങിയ ടവൽ കൊണ്ട് വൃത്തിയായിട്ട് തുടച്ചെടുക്കുക. അത് നിങ്ങളുടെ ഷെൽഫിൽ വെക്കുക. നോക്കൂ, പാത്രങ്ങൾ പളവളാ തിളങ്ങുന്ന കാണുന്നില്ലേ? അടുത്തത് കക്കൂസ് ക്ലീനിങ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്രഷ് ഉപയോഗിക്കരുത്. മുട്ടുകുത്തിയിരുന്ന് പ്രസ്തുത കക്കൂസിൽ കൈകൊണ്ട് ഇളക്കി ഇളക്കി ഇളക്കി. മനുഷ്യനിവിടെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് ഇതിനൊരു പരിഹാരം കാണാതെ നിന്നെ വിടുന്ന പ്രശ്നമില്ല. പൊട്ടനെ ചെട്ടി കഴിച്ച ചെട്ടിയെ ദൈവം ചതിക്കും. നീ ആഫീസിലെ ജമൻ എന്നെ കുറെ കഷ്ടപ്പെടുത്തില്ലേ? പറഞ്ഞിട്ട് എന്താ കാര്യം? 28ാമത്തെ വയസ്സിൽ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് വന്ന് കക്കൂസ് കഴിയാനാണ് നിന്റെ യോഗം. ഞാൻ അവളെ ഒന്ന് മുട്ടിക്കാമെന്ന് ഏറ്റിട്ടുള്ളൂ, കെട്ടിച്ചു തരാമെന്ന് ഏറ്റിട്ടില്ല. അത് നിന്റെ വഴി.
അതിന് കടമ്പകൾ കുറെ കടക്കണം. കക്ഷത്തിലുള്ള വീഴുകരുത്, ഉത്തരത്തിലുള്ള എടുക്കുകയും വേണം. അളിയ പ്ലീസ്, നീ എന്നെ കൈവിടരുത്. നീ സീരിയസ് ആണോ? അതെ, ഞാൻ വളരെ സീരിയസ്. എന്നാ വിത്തിൻ 24 hours ഐ വാണ്ട് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. എന്നാ ഇമ്മീഡിയറ്റ് ആയിട്ട് പൈൻറ്റ് വരുത്ത്. അയ്യോ, ഈ രാവിലെയോ? അത് നേരവും കാലവും നോക്കണോ? ഗെറ്റ് റെഡി ഭഗവാൻ, തെരി മായ. പൊക്കി പിടിയിടും. എല്ലാവരും പയർ പുറത്തോലെ നിന്നോണം. എല്ലാം ചമന്ന് മേളിക്കേറ്റ്. മുത്തച്ഛൻ ക്ലീനിങ് ആർമി ഈസ് കമ്മിങ്. വരാൻ പറ. നിക്ക് നിക്ക് നിക്ക്. നിങ്ങൾ അങ്ങോട്ട് പോ. നിങ്ങൾ അങ്ങോട്ട് പോ. നമുക്ക് ഇങ്ങോട്ട് പോ. ആ മുറിയിലേക്ക് പോരുത്. മുത്തച്ഛൻ അവിടെ ഞാൻ ക്ലീൻ ചെയ്തോളാം. അയ്യോ, എന്നാ നമുക്ക് അപ്പുറത്തോട്ട് പോവാം. ഒരു കാര്യം പറയാൻ- ഞങ്ങള് അല്ല, ഞാനാണ് വാസുദേവൻ. അല്ല, ഞങ്ങൾ മൊത്തത്തിൽ മുറിയൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്ന പാത്രം കഴുകുക, തുണി നനയ്ക്കുക, അങ്ങനെ എല്ലാം. മോനെ നിനക്കെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. ഇതിനു മുമ്പ് ഒരുത്തി ഉണ്ടായപ്പോൾ ഈ മുറിക്കകത്ത് കടന്നിട്ടേ ഇല്ല. ആരാ അത്? എന്താ ഒരു ശബ്ദം? അല്ല, ഫോൺ എടുക്കരുത്, ഫോൺ എടുക്കരുത്, ഫോൺ എടുക്കല പട്ടി. ഹലോ, ഓ പട്ടിയല്ല, പെട്ടി. ഞാൻ അവിടുത്തെ പെട്ടികളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നുമില്ല, ഞാൻ ഇവിടുത്തെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം തട്ടി മാറ്റുകയായിരുന്നു. ഒന്നുമില്ല, ക്ലീനിങ് തുടങ്ങി കഴിഞ്ഞു, രാവിലെ തുടങ്ങി കഴിഞ്ഞു, ഉച്ചയ്ക്കുമ്പോ തീരും. മുത്തശ്ശ സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. ഗോ ആൻഡ് ഡു യുവർ ജോബ്, ബ്ലഡി ഫൂൾ. ക്ലീനിങ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരാഴ്ച കൊണ്ട് ക്ലീൻ ചെയ്യാനല്ല. അനു വൈകിട്ട് 5 മണിക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഇവിടെ മുഴുവൻ ക്ലീൻ ആയിരിക്കണം. ഗോ ആൻഡ് മേക്ക് ഇറ്റ് ഫാസ്റ്റ്. നീ അറ്റാക്ക് ചെയ്യരുത്. അവർ യന്ത്രങ്ങളല്ല ഫാസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാൻ, മനുഷ്യരാണ്. അവര് ഫാസ്റ്റ് ആകണമെങ്കിൽ ഞാൻ ഫാസ്റ്റ് ആകണം, ഞാൻ ഫാസ്റ്റ് ആകണമെങ്കിൽ സ്മാർട്ട്. എന്താ അവിടെ ശബ്ദം? എന്റെ കണ്ണടയും കുത്തി കണ്ണും കാണാൻ പാടില്ല. വാസുദേവാ, ഞാൻ പേടിച്ചില്ല. സമാധാനായല്ലോ. വാസുദേവനെ കാണണമെന്നും പറഞ്ഞ് ഇവിടെ കറിയാച്ചനെ നിലത്ത് നിർത്തിയിട്ടില്ല. ഞാനും കാണാൻ കൊതിച്ചിരിക്കുന്നു. എന്താ മോളെ, ചിക്കൻ മോളെ. ഒരുപാട് ജോലികൾ എഴുതി വെച്ച് പോകുമ്പം ഇത്രയൊക്കെ ഭംഗിയാവൂന്ന് ഞാൻ കരുതിയില്ല. ചിക്കുവിനെ നോക്കാൻ ഒരാള്, അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ വാസുദേവൻ എന്റെ പ്രതീക്ഷകൾക്കും അപ്പുറമാണ്. സത്യം പറയാലോ, എനിക്കിഷ്ടമായി. പണിയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ജോലി കിട്ടാൻ വേണ്ടിയുള്ള ഒരു നുണയാണെന്നാ ഞാൻ കരുതിയത്. അല്ല, ഞാനപ്പോ ശമ്പളത്തിന്റെ കാര്യമല്ലേ, പേടിക്കണ്ട. വാസുദേവനെ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ തരും. അയ്യോ, അതല്ല മാഡം. യെസ്, അനുപിള്ള ഹിയർ. പിന്നെ രാജുവിന്റെ ശബ്ദം കേട്ടാ എനിക്കറിയില്ലേ, സിദ്ധിയൊന്നുമില്ല, മനസ്സിൽ പതിഞ്ഞ ശബ്ദമായതുകൊണ്ടാ.
പറയാം. പക്ഷേ ഒരാൾക്ക് മാത്രം ആ വിചാരം ഉണ്ടായ പോരല്ലോ. മഞ്ഞപ്പിത്തം പിടിച്ചവന് കാണുന്നതെല്ലാം മഞ്ഞയായിട്ടേ തോന്നുന്നു. ഇത് നിനക്ക് മഞ്ഞായിട്ടല്ലേ തോന്നുന്നത്? അവള് ഫോണിൽ കൂടി ആരോടോ കളിച്ചിരിച്ച് വർത്താനം പറഞ്ഞു എന്ന് വെച്ച് അത് അവളുടെ കാമുകനാണ്. എന്താ ഉറപ്പ്? വാട്സ് എ പ്രൂഫ്? തെളിവ്? നേരം വെളുക്കുമ്പോ മുതല് പാതിര വരെ പട്ടിയെ പോലെ ഇവിടെ കാവലി കിടന്നിട്ട് ഒടുവിൽ മണ്ണും ചരിയുന്നോ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ നിനക്ക് അതിന്റെ വിഷമം മനസ്സിലാവില്ല. നീ ഡെസ്പ് ആകാതെ അവളുടെ മനസ്സിലോട്ട് ഇടിച്ച് കയറാൻ നോക്ക്. അല്ലാതെ അത് കണ്ടു ഇത് കേട്ടു എന്നൊക്കെ പറഞ്ഞ് കൂടും കുടുക്കുമായിട്ട് ഇറങ്ങി പോന്നാൽ സാറമ്മ സാറിനോട് ഉത്തരം പറഞ്ഞ ഞാനാ. പിന്നെ അറിയാവല്ലോ, നിന്റെ ചെള്ളയും പൊളിയും എന്റെ പള്ളേ ഒഴി. ആ തെണ്ടി ആരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. വിത്തിൻ 24 hours 20 minutes ആ തെണ്ടിയെ കുറിച്ചുള്ള A to Z വിവരങ്ങൾ ഞാൻ നിന്റെ നിരത്തും. പ്രോമിസ് ഭഗാൻ തെരി മായ. ഓ സോഡ ഒഴിച്ചില്ല. എത്ര? 10 രൂപ ഇടും. അതെ, ഞാനിവിടെ റൂഫ് ടോപ്പിലുണ്ടാവും. കാരണം വേഗം വാ. ഓക്കെ. ഓഫീസിൽ നിന്നാ മിസ്റ്റർ പ്രകാശ്, മുസാഫിർ പ്രോജക്ടിന്റെ ആൾക്കാർ കുവൈറ്റിൽ നിന്ന് ഇതുവരെ വന്നത് സ്കെച്ച് കണ്ട് ഡിസ്കസ് ചെയ്യാനാ. ആ മാരണമാണ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഉടനെയൊക്കെ തീർക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാലും എന്റെ കോൺഫിഡൻസിന് ഐ വാണ്ട് യുവർ ടച്ച് ഇൻ ഇറ്റ്. കിട്ടിടാ, ഭയങ്കര ദാഹം. രാജുവിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടി. അല്ല, എന്റെ ക്ലോസ് ഫ്രണ്ട് രാജു സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കാനേ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ ഇവനെ പറഞ്ഞു വിട്ടിരിക്കുന്നു. ഇവൻ ആള് കുറച്ച് ചീപ്പാ, അതുകൊണ്ട്. പിന്നെ ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. ഏതാ ഓപ്പറേഷൻ? സോറി. ഷർട്ട് എന്ന് പിടി വിടറാ. ഇരിക്കുന്ന എന്റെ MD മരങ്ങോട് ഞാൻ ഇവിടെയാണ് താമസിക്കുന്ന കാര്യം പോലും പുള്ളിക്കറിയില്ല. അബദ്ധവശ കണ്ടുമുട്ടിപ്പോയതാ. നീ ചളമാക്കരുത്. പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് വേഗം പോ. രാജു സുമുഖൻ സുന്ദരൻ, എന്തൊരു മുഖശ്രീ. ആ മുഖത്തേക്ക് ഒരിക്കൽ നോക്കിയാൽ പിന്നാരും കണ്ണെടുക്കില്ല. നിന്നെ അവനെ കണ്ട നായെ നരിയം പോലെ ഇരിക്കും. ഭയങ്കര പണക്കാരനാണ്. അവൻ കെട്ടിക്കൊണ്ടിരിക്കുന്ന 5 സ്റ്റാർ ഹോട്ടലിന്റെ മുഴുവൻ ചുമതലയും അനുവിനാണ്. ഒരു ആർക്കിടെക്റ്റും കസ്റ്റമർ തമ്മിലുള്ള ബന്ധം മാത്രമേ അവരുമില്ലുള്ളൂ. ഇനി ആ ബന്ധത്തിനുള്ളിൽ മറ്റു വല്ല ബന്ധവും ഉണ്ടോ എന്ന് ഞാൻ ചുഴിഞ്ഞിറങ്ങി നോക്കണമെങ്കിൽ നീ എനിക്ക് വേണ്ടി ഇനിയും സംതിങ് ചെലവാക്കേണ്ടി വരും. കഴിവരുടെ മോനെ, നിനക്ക് നനഞ്ഞ സ്ഥലം തന്നെ തോന്നണല്ലോ. ഞാൻ അങ്ങോട്ട് വലിഞ്ഞേറി വന്നില്ലല്ലോ തോണ്ടാൻ. നീ അല്ലേ എന്നെ കൊണ്ട് തോണ്ടിക്കുന്നത്? വേണ്ട, ഞാൻ തോണ്ടരുത്. എന്തായാലും നമുക്ക് ഇപ്പൊ തോണ്ടണം. അതിന്റെ റൂമിൽ വെച്ച് കാണാം. പോ. കഴിഞ്ഞ മാസം ലോസോപ്പയാണ്. ഒരു 100 രൂപ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയ. നോനു പ്രകാശ് ഇരിക്കൂ. മുസാഫിർ കോംപ്ലക്സ് സ്കെച്ചുമായി ഞാൻ അനുപ്പിള്ളിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രകാശ് പറഞ്ഞാൽ മതി. ശരിയാവില്ല സാർ, ഇപ്പൊ കണ്ട ഒരിക്കലും ശരിയാവില്ല. കാരണം ഞാൻ ഓൾറെഡി ഒരു വർക്കിൽ ഇൻവോൾവ് ആയിരിക്കാം. അതിനിടയിൽ മറ്റൊരു ഡിസ്കഷൻ കൂടി വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. മറ്റൊന്നുമല്ല, ഞാൻ ഒരു വർക്കിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ എന്റെ മനസ്സ് അറിയാതായിരിക്കും. അതുകൊണ്ട് സാർ വേറൊന്നും വിചാരിക്കരുത്. അനു വരുമ്പോ സാർ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ഇനിയിപ്പോ ഞാൻ ജാട കാണിച്ചെന്ന് വിചാരിച്ച അവർ ഫീൽ ചെയ്യണ്ട. അതുകൊണ്ട് സോറി സാർ, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. ദാറ്റ്സ് വൈ. ബൈ, സീ യു. താങ്ക് യു. പ്രകാശ് എന്താ അവിടെ കാര്യം പറ. അല്ല, എങ്ങോട്ട് പോയി? താഴോട്ട് പോയി. ഓഹോ, അയ്യോ ഇതാണല്ലോ പ്രകാശ്. അവള് താഴെ എത്തി. നീ ഇപ്പൊ അങ്ങോട്ട് താഴെ പോണ്ട. താഴെ പോയ അവള് നിന്നെ കാണും. നമ്മുടെ പരിപാടി എല്ലാം പൊളിയും. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് റൂമിൽ ചെന്നിട്ട് എന്തെങ്കിലും ചെയ്യാം. എനിക്കൊരു സംശയം, അവളെ കെട്ടാൻ പോണത് നീയാണോ അതോ ഞാനാണോ എന്ന്. കെടുത്താ പൊങ്ങാത്ത ഒരു ലിസ്റ്റും കൊണ്ടുവന്ന് അതെല്ലാം വെച്ചോളം തരണമെന്ന് പറയാൻ വേറെ ആളെ നോക്കി എന്നെ കിട്ടില്ല. നിനക്കെന്താ കളക്ടർ ഉദ്യോഗം? വേറെ ആളുണ്ടെങ്കിൽ പിന്നെ നിന്റെ അടുത്ത് വരുമോ?
ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും പേർക്ക് സദ്യ ഉണ്ടാക്കി എനിക്ക് ദഹനപ്പണിയാ. യു നോ ഐ ആം എൻ എഞ്ചിനീയർ. ഡോണ്ട് ടോക്ക് സ്റ്റുപ്പിഡ്. ഡിന്നറിന് ആളുകൾ വരുമ്പോ ഭക്ഷണം റെഡി ആയിട്ടില്ലെങ്കിലേ നാർന്നത് ഞാനാ. ഓഹോ, വേലക്കാരന്റെ വേഷം കെട്ടിയപ്പോഴേ നീ നാറി. ഇനി എന്തൊരു നാറായിരിക്കണ്? എനിക്കൊരു ഐഡിയ. സുഖമില്ല എന്ന് പറഞ്ഞൊരു കത്ത് എഴുതി വെച്ചിട്ട് മുങ്ങിയാലോ? മുങ്ങ് പിന്നെ പൊങ്ങണ്ടല്ലോ. യു ഫുൾ എഞ്ചിനീയർ മണ്ട. അവളുടെ മനസ്സിലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരമാണ് വീണ് കിട്ടിയിരിക്കുന്നത്. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഇത് മുതലാക്കാനുള്ള വഴി നോക്കി. എന്ത് വഴി? ഞാൻ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഭഗവാൻ തെരി മായ. പ്രകാശു, ഒരു 10,000 റുപ്പീസ് ഇങ്ങോട്ട്. 10,000 5,000 ആയിരുന്നാലും മതി. വിത്തിൻ 24 hours 20 minutes നീ ജീപ്പിക്കറ സ്റ്റാർട്ട് ചെയ്തോ. ബ്രേക്ക് ആണോ? എന്തായി? ഓക്കെ, come on. അയ്യേ, ബർത്ത്ഡേ ആയിട്ട് മോളിരുന്ന് പഠിക്കുക, നമുക്ക് കളിക്കാം. വാ. ആ മോക്ക് ഞാനൊരു പ്രസന്റേഷൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ബർത്ത്ഡേ പ്രസന്റേഷൻ 10 എണ്ണുന്നവരെ നമുക്ക് കണ്ണു കെട്ടി കളിക്കാം. എന്നിട്ട് പ്രസന്റേഷൻ തരാം. ഓക്കെ? 10 എണ്ണുന്നവരെ നമുക്ക് ഇങ്ങനെ മോള് കണ്ണ് കെട്ടിയിട്ട് മുത്തച്ഛന്റെ മുറി പോയിരിക്കണം. 10 എണ്ണി കഴിഞ്ഞിട്ട് അങ്കിള് കണ്ണ് തുറക്കാൻ പറയുമ്പോ മോള് കണ്ണ് തുറക്കുമ്പോ പ്രസന്റേഷൻ തരും. 1, 2, 3, 4, 5, 6, 7, 8, 9, 9:15, 9:30, 9:45, 10. കണ്ണെടുക്കാൻ പോവാ. Many, many happy returns of the day. Thank you, Vasudeva. പോടാ. Happy birthday. കിണ്ടി. എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. ഒട്ടും സമയം കിട്ടില്ല, അല്ലെങ്കിൽ ഇതിൽ നല്ല ഐറ്റംസ് ഉണ്ടാക്കായിരുന്നു. ഇത് തന്നെ അധികമായി. വാസുദേവനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. Thank you. എനിക്ക് പോലും ഇങ്ങനെയൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഇത് കുറെ ഉണ്ടല്ലോ. How is it? ഒരു 5 സ്റ്റാർ ലെവലിലായിട്ടുണ്ട്. എല്ലാരും ഇന്ന് എന്നെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യും. വാസുദേവൻ പ്ലേറ്റ്സ് ഒക്കെ തുടച്ചു വെച്ചോളൂ. ഞാൻ ഒന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരട്ടെ. ഹാപ്പി ബർത്ത്ഡേ ലിറ്റിൽ ഗേൾ. Thank you, uncle. ഓക്കെ. ഓ, ഹലോ. ഹാപ്പി ബർത്ത്ഡേ ചിക്കു. Thank you. happy birthday to you. മുത്തശ്ശൻ മുത്തശ്ശൻ. മുത്തശ്ശാ.
ചതിച്ചു. വാസുദേവ ഓ അയ്യോ എന്താ വാസുദേവ ഇത്? ഞാനിത് എടുത്തോണ്ടിരുന്നപ്പോ കൈ തട്ടി വീണതാ. സാറില്ല, ഞാൻ പറക്കട്ടെ, ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം. വേണ്ട വേണ്ട ഞാൻ കൊണ്ട് കൊടുത്തോളാം. ഇതെല്ലാം പെറുക്കിക്കള. എന്ത് തൃതൃതി സൂക്ഷിച്ചു ചെയ്തൂടെ? ഓ ശരി ശരി. ഇതേതായാലും ഒരു സുഖമുള്ള ഏർപ്പാടാ. ഇത്തരം ഗെറ്റുഗദർ റുട്ടീനാക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഞങ്ങൾക്കൊക്കെ സന്തോഷമേ ഉള്ളൂ. പക്ഷെ വിളിച്ചാലും സാറ് വരില്ലല്ലോ. സമയം കിട്ടാത്തതുകൊണ്ടാടോ. എന്നിട്ടും എല്ലാ എൻഗേജ്മെന്റ്സും മാറ്റിവെച്ച് ഞാൻ ഇപ്പൊ ഇവിടെ വന്നത് ഒരു പുതിയ തുടക്കത്തിന് സാക്ഷിയാകാനാണ്. അല്ലേ രാജു? വാസുദേവ അല്ല, ഞാനിത് എടുത്തോണ്ട് അറിയാതെ വീണ് പൊട്ടിപ്പോയതാ. ഏയ് അതൊന്നും കുഴപ്പമൊന്നുമില്ലെന്നേ. എല്ലാം റെഡിയാണല്ലോ അല്ലേ? എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുന്നു. എന്താ വാസുദേവന് പെട്ടെന്നൊരു ടെൻഷൻ? ഇത്ര നേരം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ തുടങ്ങിയതാ. ഇപ്പോഴോ? അല്ല, ഇപ്പൊ വെച്ചാൽ ഞാൻ ഇത്രയും പേര് ഫംഗ്ഷൻ ഒരുമിച്ചുണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓ. എം ഡി കൂടി കണ്ടപ്പോ ഫുഡൊക്കെ നന്നാവും പ്രതീക്ഷിച്ചപ്പോ ടെൻഷൻ. ഓക്കെ ഓക്കെ. പ്ലേറ്റ്സ് ഒക്കെ കഴുകി നീറ്റാക്കി വെച്ചോളൂ. ഓ. ഞാൻ അവരെ വിളിക്കാം കേട്ടോ. ഓ. വേഗം വേണം. ഹലോ അറിയാ, ഞാനാ. ആകെ കുഴപ്പമായി. എം ഡി മറ്റും ഡിന്നറിന് വന്നിട്ടുണ്ട്. യോ, എന്നെ തിരിച്ചറിയാത്ത വിധം ഒരുവിധം ഞാൻ രക്ഷപ്പെട്ടിരിക്കുക. ഇനി അങ്ങോട്ട് കയറി ചെന്ന എന്റെ കള്ളി വിളിച്ചെത്താവുന്നുള്ള കാര്യം ഉറപ്പാ. ഞാൻ മുങ്ങാൻ പോവാ. അയ്യോ നീ മുങ്ങരുത്. സാറമ്മച്ചെടുത്തോട് ഉത്തരം പറയേണ്ടത് ഞാനാ. ഓ, ഞാൻ ആലോചിച്ചിട്ട് വേറെ ഒരു വഴിയും കാണുന്നില്ല. സംഗതി പൊളിയെന്നുള്ളത് ഉറപ്പായി. നീ ഒരു കാര്യം ചെയ്, അവിടുത്തെ നമ്പർ ഇങ്ങോട്ട് താ. ആ, ഇത് പബ്ലിക് പൂത്ത നമ്പർ ഇല്ല. വീട്ടിലെയോ? വീട്ടിലെ 69505. ആ ഓക്കെ. ഹലോ യെസ്. ആ വിളിക്കാം. സർ, ആ, ഒരു കോളുണ്ട്. ഓ. വാസുദേവൻ. എന്താ ഇത്? മദ്രാസിൽ നിന്ന് ഒരു എസ്റ്റേഡിയ കട്ടായി പോയി. നോൺസെൻസ്. സോറി സർ. ഓ, ഹലോ. യെസ്, നമ്പ്യാർ ഹോൾഡിംഗ്. ഞാൻ മദ്രാസിൽ നിന്ന് ഡാനിയലാണ്. ഒരു അർജന്റ് മെസ്സേജ് പറയാനുണ്ടായിരുന്നു. ഹലോ, നിങ്ങൾ ആരാണ്? ഏത് ഡാനിയലാണ്? എന്റെ കർത്താവ്, എന്നെ മനസ്സിലായില്ലയോ? ഡാനിയൽ, സെറാമിക്സ് ഇന്ത്യയിലെയാ. തോപ്പമ്പടി മറിയാമ്മയുടെ മോനാ. ഓഫീസിൽ വിളിച്ചപ്പോ പറഞ്ഞു വീട്ടിലാണെന്ന്, വീട്ടിൽ വിളിച്ചപ്പോ പറഞ്ഞു ഓഫീസിലാണെന്ന്. ഓഫീസിലാണോ വീട്ടിലാണോ എന്ന് എനിക്ക് വല്ലാത്തൊരു കൺഫ്യൂഷൻ. അതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് വിളിച്ചേ. നിങ്ങൾ ആരാ? സോറി, ഫ്രൈഡ് എന്താ റൈസ് വാസുദേവ ഇത്? ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ്. എന്താ മോളെ, ഇതാ മോളെ, ഓ സോറി സോറി. കറച്ചി പിടിച്ച് തുറച്ചോളൂ പ്ലീസ്, തുറച്ചോളൂ. എന്തൊരു വെപ്രാളം. എന്താ ചേച്ചി? ചേച്ചി കഴിക്കും. ആ കഴിക്കാൻ പ്ലീസ് പ്ലീസ്. നാൻ എന്താ പറഞ്ഞ? ബട്ടർ നാൻ സെർവ് ഇറ്റ് പ്ലീസ്. അപ്പോഴേ വീട്ടിൽ വിളിച്ചപ്പോ ഒരു സ്ത്രീയാണ് അറ്റൻഡ് ചെയ്ത്. വൈഫാണെന്ന് എനിക്ക് തോന്നി. വൈഫിനെ കൂടാതെ ഒറ്റയ്ക്ക് ഡിന്നർ ആണെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണല്ലേ. എന്നാ ഫോൺ നമ്പറെങ്കിലും കൊടുത്തിട്ട് പോണ്ടേ? ചൊവയ പഴയതുണ്ടേ കള്ള. ഇപ്പോഴും പഴയ ചിക്കൻ ലൈൻ വിട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്തായി പറയുന്നേ? ഒന്ന് കഴിക്കട്ടെ. One second, please. വാസുദേവൻ. ഇത് സെർവ് ചെയ്തിട്ട് അത് സെർവ് ചെയ്യാം. ഫസ്റ്റ് നൂഡിൽസ്. നിങ്ങൾ ആരാണ് മിസ്റ്റർ? ഇങ്ങനെ ഒരു ഡാനിയലിനെ പറ്റി എനിക്ക് അറിയില്ല. ഹലോ, എന്നെ ഇനിയും മനസ്സിലായില്ലയോ? ഞാൻ സെറാമിക്സ് ഇന്ത്യയിലെ പി കെ ഡാനിയലാണ്. ഹലോ, എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല. കൊപ്ര എക്സ്പോർട്ടർ ആർ കെ നമ്പ്യാർ തന്നെയല്ലയോ? അല്ല, ഞാൻ ബിൽഡേഴ്സ് ഇന്ത്യയിലെ കെ കെ നമ്പ്യാർ. കെ കെ നമ്പ്യാരാണോ? ഓക്കെ നമ്പ്യാർ. ഏതോ ഒരു ഡാനിയൽ പ്രാന്തൻ
ഞാൻ കൊപ്ര കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണത്. ഉയ്യോ.